നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് തുളിപ്പ് സ്ക്രഞ്ചീസ് ബോ ആണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, അതായത് ഏതായാലും നമ്മൾ ഇതവർക്ക് കസ്റ്റമർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണം. അപ്പോൾ അതിൻ്റെ തന്നെ അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കുക അതൊക്കെ ഒന്ന് വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ നമുക്കൊരു ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഓർഡർ നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്തായാലും ഇത് ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ കൂടെ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 20 നീളത്തിലുള്ള ഒരു കഷ്ണം തുണിയും ഒരു 5 ഇഞ്ച്, അതായത് 5 വീതിയും 20 നീളമായുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു പച്ച പീസ് നമ്മൾ കാണിച്ചല്ലോ, ആ പച്ച പീസ് നമുക്ക് തുളിപ്പിൻ്റെ ഒരു വള്ളി വേണമല്ലോ, ആ വള്ളിയുടെ അളവാണ് അത്. ഒരു 2 ഇഞ്ച് എടുത്താൽ മതിട്ടാ. നീളം എത്രയാണ് നമുക്ക് എത്ര വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇത് നമ്മൾ തുളിപ്പിൻ്റെ അറ്റത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ 2 നമ്മൾ ബോ അതുപോലെ തന്നെ തുളിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടിയിലുള്ള ആ പീസിൻ്റെ മേലെ കൊള്ളാണ്ട് വേണം നമ്മളിത് ഇങ്ങനെ അടിക്കാനും. അതിനനുസരിച്ചിട്ട് അടിയിലത്തെ ആ പീസ് നമ്മൾ മടക്കി വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ച് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും വേണം. അതിൻ്റെ അവസാനം അറ്റം എത്തുന്ന വരെ നമ്മളത് വലിച്ചു കൊണ്ടുവരണം. അവസാനം എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി വലിച്ചാൽ കിട്ടാത്ത രീതി ആവുമ്പോഴാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുവരെ നമ്മളത് വലിച്ച് ഉള്ളിൽ നിന്ന് ആ പീസും കണ്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് അറ്റത്തെത്തിയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കണ്ടാൽ നമ്മളിങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 6 അല്ലെങ്കിൽ ഒരു 7 നീളം വരുന്ന ഒരു ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ട, അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ആ ഭാഗം നമ്മളൊന്ന് ടൈറ്റ് ഇത് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് ലാസ്റ്റ് അവിടെ വെച്ചിട്ട് പൂട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗവും അവിടെ നിന്ന് ഇങ്ങോട്ട് ചേർക്കാനും നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ വലിയ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും മതി. അങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചരട് പോലത്തെ ഒരു രൂപം നമുക്ക് കിട്ടും. കണ്ട, അപ്പോൾ ആ ഉണ്ടാക്കുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വരുന്ന എൻഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് അവിടെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാണ്ട് ഇതേപോലെ ഈ വീഡിയോസിൽ ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരികയെന്ന് എനിക്കറിയണില്ല. അപ്പോഴാണ് നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ളിൽ നിന്ന് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് എടുക്കണ്ട. ഉള്ളിലെ അടിയും ഈ പുറത്തേക്കുള്ള അടിയും കൂടെ ഒരുമിച്ച് ആവുന്ന രീതിയിൽ വേണം നമ്മളത് സെറ്റ് ചെയ്തെടുക്കാൻ. കണ്ട, രണ്ടിൻ്റെയും അടി ഒരുപോലെ ഒരേ സമയത്ത്, അതായത് ഒരേ സമയമല്ല ഒരേ ഭാഗത്തായിട്ട് തന്നെ രണ്ടിൻ്റെയും സ്റ്റിച്ച് നമുക്ക് കിട്ടണം. വീഡിയോസിൽ കാണുന്ന പോലെ പറയാനിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ എടുക്കുക. അതേപോലെ തന്നെ മറ്റതും അതെ, നമ്മൾ ഉള്ളിലിട്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ട് എടുക്കണ്ട, പകുതി വരെ അങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല വശം അങ്ങോട്ട് കിട്ടുള്ളൂ.
അതും അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൈയിട്ടിട്ട് നമ്മളവിടെ ശരിയാക്കിയിട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കിങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് ഫുള്ളായിട്ട് വലിച്ചെടുക്കേണ്ടല്ല, ഒരു ഹോള് പോലൊക്കെ കാണില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനിയും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഓർഡർ ഉണ്ട്, അപ്പോൾ അതിൽ കൂടെ അതിങ്ങനെ ചെയ്യണതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ കയ്യിൽ പഞ്ഞി ഉണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ഞി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സൂചിയും നൂലും എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്തെടുത്താൽ മതി. അതായത് ഉള്ളിൽ കൂടെ ഇതുപോലെ ഒരു വിരലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഈ വീഡിയോസിൽ കാണുന്ന പോലെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുന്നിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഫിനിഷ് ആവണില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ കേട്ടോ ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെ ആക്കിയെടുക്കുക. ആക്കിയെടുത്തിട്ട് ടൈറ്റ് ചെയ്യാൻ വരട്ടെ, നമ്മൾ ജസ്റ്റ് ഒന്നുകൊണ്ട് വലിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക. ടൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് കുറച്ച് കടക്കുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. എന്നിട്ട് നമ്മളവിടെ നന്നായി കെട്ടിക്കൊടുത്തിട്ട് ഒന്നുകിൽ സൂചി കൊണ്ട് തുന്നേ അല്ലെങ്കിൽ അവിടെ കെട്ടിക്കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇത് രണ്ടും പണി വരുന്നുള്ളൂ. ഇനി നമ്മൾ രണ്ടും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ഞിയുള്ള കാരണം പഞ്ഞിയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ കയ്യിൽ പഞ്ഞി തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോസിൽ കാണുന്ന അതേപോലെ തന്നെ തുന്നിയെടുക്കണം. എന്നാലാണ് നമുക്ക് കുറച്ച് ആ ഒരു ഭാഗം ഒരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് തുന്നി കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും തുന്നി കൊടുക്കുക. അപ്പോഴാണ് അവിടെ ഒരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇവിടുന്ന്, അതായത് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കണ്ട ഈ ഒരു ഭാഗത്തുനിന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് തുന്നി കൊടുക്കുക. അതേപോലെ അവിടുന്ന് അങ്ങോട്ടും സെൻറ്ററിലേക്ക് ആക്കിയിട്ട് തുന്നി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഒരുപാട് പേര് പാറ്റേൺ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാം. ഇന്നത്തെ വീഡിയോസിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഓക്കെ, ബായ്.